ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. പിന്നെ നമ്മൾ പല ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ലിസ്റ്റ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 6300 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ടെക്നോ പോപ്പ് 9 പോലുള്ള ഫോണുകളൊക്കെ കൺസിഡർ ചെയ്യാം. ബേസിക് ആയിട്ടുള്ള ഫോണാണ്, എന്നാലും പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. മീഡിയാടെക്കിന്റെ ഹീലിയോ G50 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ മോട്ടോ G05 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 7000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ മീഡിയാടെക്കിന്റെ ഹീലിയോ G81 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. ഇതിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിലും വരുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 10,000 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ മോട്ടോറോളയുടെ ഒരു 5G ഫോണൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. മോട്ടോ G35 5G എന്ന ഫോൺ. ഇതിൽ ഫുൾ HD റെസൊല്യൂഷനും പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ യൂണി SoC T760 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3X 5G അല്ലെങ്കിൽ iQOO Z9X 5G ഒക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 6000 mAh ബാറ്ററി, 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ 13,500 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ നമുക്ക് അമോലെഡ് ഡിസ്പ്ലേ ആയിട്ട് വരുന്ന 5G ഫോണിൽ കിട്ടുന്നുണ്ട്. ഇപ്പം റിയൽമി P1 ഒക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇപ്പം ഇതിൽ അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. മീഡിയാടെക് Dimensity 7050 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ 12,000-11,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ സാംസങ് F15 5G എന്ന ഫോണൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ 5G ഫോണിന്റെ കാര്യത്തിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. അതിലും അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. പക്ഷേ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 15,000-16,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ CMF ഫോൺ 1, അതുപോലെ തന്നെ റിയൽമി P1 സ്പീഡ്, റിയൽമി Narzo 70 ടർബോ എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്യാം. ഈ ഫോണുകളിലും അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഫോണുകളിലൊക്കെ മീഡിയാടെക് Dimensity 7300 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും CMFൽ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 15,000-16,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോണുകൾ വരുന്നുണ്ട്. പിന്നെ കുറഞ്ഞ വിലക്ക് ഒരു കേർഡ് ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലാവ ബ്ലേസ് കർവ് ഒക്കെ നോക്കാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ കേർഡ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. മീഡിയാടെക് Dimensity 7050 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 15,000 രൂപ പ്രൈസിൽ അതും കൺസിഡർ ചെയ്യാം. പിന്നെ 17,000-18,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് iQOO Z9 വിവോ T3 ഒക്കെ വരുന്നുണ്ട്. അപ്പം അമോലെഡ് ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഇതിൽ മീഡിയാടെക് Dimensity 7200 എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ OSന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. പിന്നെ 18,700 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ Redmi Note 13 Pro കൺസിഡർ ചെയ്യാവുന്നതാണ്. അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7 Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 200+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5100 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ 21,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ക്യാമറയിൽ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഉള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 12 Pro ഒക്കെ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കൂടി ലഭിക്കുന്നുണ്ട്. പ്ലസ് ക്യാമറയിൽ 50+32+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോൺ അല്ല. പിന്നെ 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. ഇനി ഈ ഒരു റേഞ്ചിൽ പെർഫോമൻസ് ഫോക്കസ്ഡ് ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പോക്കോ X6 Pro വരുന്നുണ്ട്. ഇതിൽ ബെറ്റർ ആയിട്ടുള്ള 1.5K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള മീഡിയാടെക് Dimensity A300 Ultra എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നത്തിങ്ങിന്റെ ഫോണുകളിൽ പൊതുവെ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ലഭിക്കാറുണ്ട്. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ 20,000-24,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് നത്തിങ് ഫോൺ 2A അതുപോലെ തന്നെ 2A+ എന്നീ ഫോണുകൾ വരുന്നുണ്ട്. അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2Aയിൽ മീഡിയാടെക് Dimensity 7200 Pro എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. അപ്പം 2A ഒരു 20,000-21,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. 2A+ലാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക് Dimensity 7350 Pro എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. ഈ ഒരു ഫോൺ അറൗണ്ട് 24,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും അവൈലബിൾ ആണ്.
പിന്നെ പോക്കോയുടെ പെർഫോമൻസ് ഓറിയന്റഡ് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ F6 നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പം പോക്കോ X6 Proയിൽ ഇതുപോലുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ X7 Proയിൽ നോക്കാവുന്നതാണ്. അതിൽ MediaTek Dimensity 8400 Ultra എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള 6550 mAh ബാറ്ററിയും വരുന്നുണ്ട്. അപ്പം 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ അതും നോക്കാവുന്നതാണ്. പിന്നെ 28,000 30,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് റിയൽമി GT60 അതുപോലെ തന്നെ OnePlus Nord 4 ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സറൊക്കെയാണ് വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ രണ്ട് ഫോണിലും 1.5K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. റിയൽമിയിൽ കർവ്ഡ് ഡിസ്പ്ലേ, OnePlusൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത്. 5500 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 28,000 30,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോണുകൾ അവൈലബിൾ ആണ്. ഇനി റിയൽമിയുടെ ക്യാമറ ഫോക്കസ്ഡ് ഫോണാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ റിയൽമി 14 Pro Plus വരുന്നുണ്ട്. 27,500 രൂപ പ്രൈസ് റേഞ്ചിൽ. അതിൽ 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. പെരിസ്കോപ്പ് ലെൻസ് ഒക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7s Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 6000 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ T3 Ultrയും നോക്കാവുന്നതാണ്. 1.5K റെസൊല്യൂഷൻ വരുന്ന കർവ്ഡ് ഡിസ്പ്ലേക്കാണ് വരുന്നത്. MediaTek Dimensity 9200 എന്ന പ്രോസസ്സറെ കൊടുത്തിട്ടുണ്ട്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. പിന്നെ 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ iQOO Neo 9 Pro എന്ന സ്മാർട്ട് ഫോൺ നോക്കാം. പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറിന് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. 1.5K റെസൊല്യൂഷനും 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നോക്കാം. പിന്നെ സാംസങ്ങിന്റെ ഫോണുകളുടെ കാര്യത്തിൽ 37,000 രൂപ പ്രൈസ് റേഞ്ചിൽ S23 FE വേണമെന്നുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. ഇപ്പം ഇതിൽ എക്സിനോസിന്റെ 2200 എന്ന പ്രോസസ്സറേ വരുന്നു. 50+8+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. 4500 mAh ബാറ്ററിക്കേ വരുന്നുള്ളൂ. പിന്നെ 42,300 രൂപ പ്രൈസ് റേഞ്ചിൽ OnePlus 13R എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഇപ്പം ഇതിൽ 1.5K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെയാണ് വരുന്നത്. 6000 mAh ബാറ്ററി ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ 42,300 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 55,000 രൂപ പ്രൈസ് റേഞ്ചിൽ iQOO 13 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 2K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 എന്നുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറും വരുന്നുണ്ട്. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 6000 mAh ബാറ്ററി 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 55,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ നോക്കാം. പിന്നെ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ 66,000 രൂപ പ്രൈസ് റേഞ്ചിൽ വിവോ X200ഉം 95,000 രൂപ പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസുമായിട്ട് X200 Proയും നോക്കാവുന്നതാണ്. ഇപ്പം 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേക്കാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും MediaTek Dimensity 9400 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. X200ൽ 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5800 mAh ബാറ്ററി 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 66,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ X200 Pro 95,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതിൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു 200 മെഗാ പിക്സലിലെ ഒരു ക്യാമറ സെൻസർ വരുന്നുണ്ട്. മികച്ചൊരു ക്യാമറ പെർഫോമൻസ് ഈ രണ്ട് ഫോണുകളിലും കിട്ടേണ്ടതാണ്. പിന്നെ എക്സ്ട്രാ ആയിട്ട് 6000 mAh ബാറ്ററി 30 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 95,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത് കൺസിഡർ ചെയ്യാം. പിന്നെ പല ആൾക്കാരും ആൻഡ്രോയിഡ് ഫോൺസിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് ആയിരിക്കും നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള S25 സീരീസ് 81,000 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ ഉണ്ട്. അപ്പം സ്നാപ്ഡ്രാഗൺ 8 എന്നുള്ള പ്രോസസ്സറൊക്കെയാണ് ഈ ഫോണുകളിൽ വരുന്നത്. 50+12+10 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 4000 mAh ബാറ്ററിയൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതെല്ലാം എന്നുണ്ടെങ്കിൽ 1,00,000 രൂപ പ്രൈസ് റേഞ്ചിൽ S25 പ്ലസ് വരുന്നുണ്ട്. അതിലോട്ട് വരുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ക്വാഡ് റെസൊല്യൂഷൻ വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള 4900 mAh ബാറ്ററിയും വരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 1,30,000 രൂപ പ്രൈസ് റേഞ്ചിൽ S25 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഇതാണ്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള 200+50+50+10 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഒക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയൊക്കെ ഇതിൽ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. 1,30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ചില ആൾക്കാർക്ക് ഐഫോൺ ആയിരിക്കും വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ iPhone 15 നോക്കാവുന്നതാണ്. ഇപ്പം ഇതിൽ A16 ബൈൻ ചിപ്പൊക്കെയാണ് വരുന്നത്. 48+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള iPhone 16e ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഡിസൈനൊക്കെ പഴയ ഡിസൈനാണ്. അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം iPhone 16e എടുക്കാം.
അല്ല ലേറ്റസ്റ്റ് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 15 എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ 15+ ഉണ്ട്, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി, വലിയൊരു 6.7 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസും ഇതിൽ ലഭിക്കും. 67,000 രൂപ പ്രൈസ് റേഞ്ച് മുതൽ ഈ ഫോൺ കിട്ടുന്നുണ്ട്. ഇനി ലേറ്റസ്റ്റ് ഐഫോൺ സീരീസിൽ വരുന്ന ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ 16 70,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. 18 ബൈണിംഗ് ചിപ്പൊക്കെ ഇതിൽ വരുന്നുണ്ട്. ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചറൊക്കെ ഇതിൽ വരുന്നുണ്ട്. 48+12 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പൊക്കെ തന്നെയാണ് വരുന്നത്. ഇനി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററിയും അതുപോലെ തന്നെ വലിയൊരു സ്ക്രീൻ സൈസും വേണമെന്നുണ്ടെങ്കിൽ 16+ നോക്കാവുന്നതാണ്. അത് 80,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അതിൽ കുറച്ചും കൂടി വലിയ 6.7 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസ് കിട്ടുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ബാറ്ററിയും അതിൽ വരുന്നുണ്ട്. ഇനി പ്രോ വെർഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഐഫോൺ 16 പ്രോ നമുക്ക് 1,13,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. 18 പ്രോ ബാഡിങ് ചിപ്പൊക്കെയാണ് വരുന്നത്. ക്യാമറയിൽ എക്സ്ട്രാ ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. പിന്നെ ഇതിനേക്കാൾ വലിയൊരു സ്ക്രീൻ സൈസ് വേണമെന്നുണ്ടെങ്കിൽ 16 പ്രോ മാക്സും എടുക്കാവുന്നതാണ്. 6.9 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസും ബെറ്റർ ആയിട്ടുള്ള ബാറ്ററിയും വരുന്നുണ്ട്. 1,38,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണായിരിക്കും വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഫ്ലിപ്പ് ഫോണായിട്ടുള്ള സാംസങ് Z Flip 5 എന്ന ഫോൾഡബിൾ ഫോൺ വരുന്നുണ്ട്. ഇപ്പം 6.7 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനും പിന്നെ പുറത്ത് വളരെ ചെറിയ 3.4 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ സൈസൊക്കെയാണ് ഇതിൽ വരുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് 60,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ബാറ്ററി കപ്പാസിറ്റി 3700 mAh ബാറ്ററി വരുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 87,000 രൂപ പ്രൈസ് റേഞ്ചിൽ Z Flip 6ഉം കിട്ടുന്നുണ്ട്. ഏകദേശം സിമിലർ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു 4000 mAh ബാറ്ററിയും 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ഫോൾഡബിൾ ഫോൺസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 95,000 രൂപ പ്രൈസ് റേഞ്ചിൽ Z Fold 4 വരുന്നുണ്ട്. അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഉള്ളിൽ 7.6 ഇഞ്ചിൻ്റെ വലിയൊരു സ്ക്രീൻ സൈസും പുറത്ത് 6.2 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ സൈസൊക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 4400 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ 50+10+12 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ 95,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ 1,37,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Z Fold 6ഉം വരുന്നുണ്ട്. ഏകദേശം സിമിലർ ഫീച്ചേഴ്സാണ്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാക്കി സിമിലർ ഫീച്ചേഴ്സാണ്. അപ്പം ഇതൊക്കെയാണ് ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പോഴത്തെ ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകൾ. അപ്പം ഇതിൽ ഞാൻ ഏതൊരു ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.